ഇത് എന്തോ തേങ്ങയാണ് അവർ തന്നിരിക്കുന്നത്. ഞങ്ങൾക്കുള്ള കഞ്ഞി പോലും കിട്ടിയല്ല ആ കള്ളിയുടെ കാര്യം പറഞ്ഞാല്. ഇവിടുത്തെ ഒരു കുഞ്ഞു കൊച്ചിന് വരെ അറിയാം നാളെ രാവിലെ പോയി കാണാൻ പറ്റുന്ന ഒരാളല്ല കേന്ദ്രമന്ത്രിമാരെന്ന്. ആ കള്ളിയുടെ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത്. ഞങ്ങളുടെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഇറങ്ങി വന്ന സ്ത്രീകളാണ്. വീണയോട് ഞാൻ വെല്ലുവിളിക്കും, ആ കടക്കിട്ടവനെ ഞാൻ വെല്ലുവിളിക്കുന്നു. നമസ്കാരം. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറന്നു. അപ്പോൾ ആശമാരെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും എന്നാണ്. എന്നാൽ ഈ ബുധനാഴ്ച രാത്രിയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുവാനുള്ള അനുമതിക്കുള്ള കത്ത് നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി നൽകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഡൽഹിയിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി പറക്കുകയും ചെയ്യുന്നു. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഈ വേളയിൽ എങ്ങനെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് കാണുവാൻ സാധിക്കുക? ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കാര്യം ചോദിക്കാതെ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്കുള്ള കഞ്ഞി പോലും കിട്ടിയല്ല ആ കള്ളിയുടെ കാര്യം പറഞ്ഞാല്. അവളൊരു മാധ്യമപ്രവർത്തകരാന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നാണക്കേടില്ലേ? ഇപ്പോ നിങ്ങൾ ഇത്രയും കള്ളം പറയുന്നുണ്ടോ? നമ്മൾ അത്യാവശ്യം പിള്ളേരൊക്കെ ചോദിച്ചാൽ മുട്ടായി മേടിച്ചോ കൊണ്ടുവന്നിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കള്ളേ പറയുന്നുള്ളൂ. അല്ലാതെ പച്ചക്കള്ളം നെടുനീളം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത് ആ കള്ളിയുടെ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത്. ഈ ആശമാരുടെ വിഷയം നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പരിഹരിക്കണമെന്നില്ല. ഇത്തരത്തിൽ കള്ളങ്ങൾ നിരന്തരം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഉണ്ട്. അത് നട്ടാക്കുരുക്കാത്ത നുണയാണ് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല. അതിന് വ്യക്തമാണ് അവർ ഇന്ന് രാവിലെയും പറഞ്ഞ കാര്യം. കാരണം അവർ ആരോഗ്യമന്ത്രിയെ കാണാനല്ല പോയെന്ന് അവർ പറഞ്ഞത് വ്യക്തമാണ്. അതിനു വേണ്ടിയാണ് ഇവിടുന്ന് പോയത്. കാരണം അവർ കള്ളം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ 3 പെണ്ണുങ്ങൾ ഇവിടെ പട്ടിണി കിടപ്പുണ്ട്. അവരത് പോകുമ്പോഴത്തേന് നാട്ടുകാർ തന്നെ ചോദിക്കും നിനക്ക് നാണമില്ലേടി പോവാന്, ഇവിടെ അവർ കിടപ്പില്ലേന്ന്. അവൾ തിന്നാൻ പോയേന് അത് കേൾക്കണ്ടല്ലോ എന്നോർത്താണ് അവൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോയത് ആരോഗ്യമന്ത്രിയെ കാണാൻ പോവാന്ന്. അല്ലാതെ അവളെ വേറെ ഒരു കാര്യം കൊണ്ടും പറഞ്ഞല്ല. അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 18-ാം തീയതി ലെറ്റർ കൊടുത്തു എന്ന് പറയുന്നു മന്ത്രിയെ കാണാൻ അനുവാദം ചോദിക്കാൻ. ഇവിടുത്തെ ഒരു കുഞ്ഞു കൊച്ചിന് വരെ അറിയാം നാളെ രാവിലെ പോയി കാണാൻ പറ്റുന്ന ഒരാളല്ല കേന്ദ്രമന്ത്രിമാരെന്ന്. പാർലമെന്റ് സമ്മേളനം കൂടെ നടക്കുന്ന സമയത്ത് ഏത് സമയത്താണെ പോലും പറ്റത്തില്ല. ഇവരുടെ വീട്ടില് ഇവിടുന്ന് സ്ത്രീകൾ കാണാൻ ചെന്നപ്പം ഇവിടെ ആരെയും കാണില്ല എന്ന് പറഞ്ഞ ആൾക്കാര് അവിടെ ചെന്ന എടുത്തു കാണാൻ എന്താ അവരുടെ വീട്ടിലെ ആൾക്കാരെ കാണാനാ പോണേ? ഞാൻ നാളെ രാവിലെ വരുന്നുണ്ട് കഞ്ഞിയും കള്ളിയും വെച്ചോ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് അല്ലല്ലോ. അത് അങ്ങനെ കാണിക്കുമ്പോൾ ഈ കിടക്കുന്ന ആശമാരുടെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു ഭരണമാണ് ഇപ്പം കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഇപ്പോൾ ഒരു ചാനലുകാർ ഇവിടെ വന്നിട്ട് ചോദിച്ചു, ചാനൽ ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, വന്നിട്ട് ചോദിച്ചു. പുള്ളി പല പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഷൈനി ആത്മഹത്യ ചെയ്ത് അറിഞ്ഞോ? പട്ടിണി കാരണം ആത്മഹത്യ ചെയ്തു. ശരി, ഞങ്ങൾ അറിഞ്ഞു. അതുപോലെ ഈ 400 ആശമാരെന്ന് അവർ പറയുന്ന ഈ 400 ആശമാർ ആത്മഹത്യ ചെയ്യണമെന്നാണ് അവരായത്. പിന്നെ ആൾ ചോദിച്ചൊരു ചോദ്യം, ഏത് മന്ത്രിസഭ വന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി കിട്ടും? അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാകും അതാരോ ഉണ്ടിത്തള്ളി അങ്ങേരെ ആട്ടിത്തെളിച്ച് വിട്ടതാണ്. ഞങ്ങളെ ആട്ടിത്തെളിച്ച് വിട്ടല്ല മക്കളെ. ഞങ്ങളുടെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഇറങ്ങി വന്ന സ്ത്രീകളാണ്. കാരണം എനിക്ക് 4 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഇല്ല, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്, രോഗിയാണ്. 3 മാസത്തിൽ ഒരിക്കൽ ശമ്പളം കിട്ടിയാൽ 3 മാസം അത് തികച്ച് കിട്ടത്തില്ല. ഒന്നെങ്കിൽ 2 മാസത്തെ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ 1 മാസത്തെ ഓണറേറിയം. ഇങ്ങനെ തന്നാൽ ഏതെങ്കിലും ഒരു കുടുംബം മുന്നോട്ട് പോകുമോ? നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇന്ത്യ സംസ്ഥാനത്തിലെ കൺസ്യൂമർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ നമുക്ക് ഉപ്പോട്ട് കർപ്പൂരം വരെ വാങ്ങണമെങ്കിൽ ടാക്സ് കൊടുത്ത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇല്ല. എന്തേലും ഒരു ഫാക്ടറി വന്നാൽ ഇവർ തന്നെ ആദ്യം കൊണ്ട് അതിന് മുന്നിൽ കൊടി കുത്തും. ആ കൊടി കുത്തി ഒരു കട അടപ്പിച്ചവളാണ് എനിക്കറിയാം. കാരണം എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ പോകുന്നൊരു കുടുംബത്തിൽ ഇവരുടെ കുറേ പ്രവൃത്തി കാരണമാണ് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയത്. അത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവർ കൊടി കുത്തി നശിപ്പിക്കും. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ 232 രൂപ പോട്ടെ, അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവരെ കിടക്കുന്ന സ്ത്രീകളുടെ കണക്കെടുത്ത് കാണിച്ചിരിക്കുന്നു. ഒരു മാസം 13 രൂപ വാങ്ങിയെന്ന്. ഈ 12 മാസം ഉള്ളതിൽ ഒരു മാസം 13 രൂപ സാലറി വാങ്ങിയാൽ ഓണററി ഇൻസെന്റീവും ചേർത്ത് ഒരു മാസം വാങ്ങിയാൽ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമോ?
ഒരപ്പനും അമ്മയും മകളും ഒരു കുഞ്ഞുമുള്ള കുടുംബത്തിന് പോലും ജീവിക്കാൻ പറ്റത്തില്ല. സ്വന്തം വീടുണ്ടേ പോലും പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. ഇവരെന്തുകൊണ്ട് ഇവർ ഒരു മാസത്തെ കാണിക്കുന്നു? ഇവർ കയറി വീണയോട് ഞാൻ വെല്ലുവിളിക്കുക, ആ കണക്കിട്ടവനെ ഞാൻ വെല്ലുവിളിക്കുന്നു. അത്രയ്ക്ക് തരം താന്ന മാതാവിനും പിതാവിനും ജനിക്കാത്ത പണി കാണിച്ച അവനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവൻ 4 മാസത്തെ കണക്ക് കാണിക്കണം. അതോടൊപ്പം 4 വർഷത്തെ കണക്കും ഇതെന്ന് ആശമാരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്നും കൂടെ കാണിക്കണം. ആ തൻ്റെ ഉണ്ടെങ്കിൽ അവൻ ഇവിടെ ഒന്ന് കൊണ്ട് കാണിക്കട്ടെ ആ കണക്ക്. അന്നേരം പറയാം ഇതിന്റെ ബാക്കി എന്താന്ന്. ഞങ്ങള് ആ കള്ളിയുടെ കാര്യം ചോദിച്ചു, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ വരല്ല്, ആ പേരും നുണച്ചിയുടെ കാര്യം ചോദിച്ചു. ഇന്നലത്തെ ഈ സന്ദർശനത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിയോട് ഉന്നയിക്കും, കാണുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. കാരണം നാളെ രാവിലെ ചെന്ന് കാണാൻ പറ്റുന്ന അത് അടുക്കളപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്ന മന്ത്രിയായിരുന്നെങ്കിൽ ഈ 1.5 മാസം അടുപ്പിച്ച് ഞങ്ങൾ ഇവിടെ പട്ടിണിക്കടുത്ത് അതുപോലെ ഇവർക്ക് പറഞ്ഞ് ഞങ്ങളുടെ കാര്യം സംസാരിക്കാൻ പോയതാണെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ രാവിലെ വന്ന് ഇവിടെ കിടന്നവരല്ലല്ലോ. 10-30 ദിവസങ്ങളായിട്ട് 40 ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നു. അന്നേരമാണ് അവർ ഓർക്കുന്നത് ഞങ്ങളിവിടെ ആശമാരിവിടെ കിടപ്പുണ്ടെന്ന്. ആശമാരെ ചേർത്ത് പിടിക്കുന്നു. എങ്ങോട്ട് ചേർത്ത് പിടിക്കുന്നു? അവരാദ്യം പറഞ്ഞില്ല ഇവിടെ കിടക്കുന്ന ഒരു ആശമാരല്ല വ്യാജന്മാരാന്ന്. പിന്നെ ഇത് എന്തോ തേങ്ങയാണ് അവർ തന്നിരിക്കുന്നത്. ഇതിൽ ID നമ്പർ നോക്കിയാൽ അറിയാം ഞങ്ങൾ ആശമാരാണോ അല്ലയോ എന്ന്. പിന്നെ ഇവർ ആരെയാണ് പറയുന്നത്? അതുകൊണ്ട് അവർ ഇന്നലെ പോയത് അവർ ഞങ്ങളെ നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയാലും ഞങ്ങൾ ആശമാർ നെഞ്ചത്ത് കൈവച്ച് പറയും അവർ കള്ളത്തരം കാണിക്കാൻ പോയത് തന്നെയാണ്. അല്ലാതെ അവർ ഒരു കാര്യത്തിനും പോയതല്ല. ആശമാർ ഒരു വിഷയം പോലും അവരുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. അങ്ങനെ പോയൊരു സ്ത്രീയാണ് തിരിച്ചു വന്നപ്പം കാണാൻ പറ്റിയില്ല. ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ പറഞ്ഞത്. അതിന് അവർ കിടന്ന് ഞാൻ ഒരാഴ്ച കണക്കൊന്നും പറയില്ല. ഡൽഹി പോയതാണോ? കണ്ടിട്ട് വരാനെങ്കിലും ഒരു മനസ്സ് കാണിച്ച് ആ 2 ആഴ്ച അവിടെ നിന്നേനെ. ഇവിടെ വന്നിട്ട് ഇവിടെ എന്തോ തല മറിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് വരുന്നത്. ഒരു ഗുണവും ഇല്ലാത്ത സാധനം. എന്തായാലും ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വാക്കുകളാണ് ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ലഭിച്ചില്ല എന്നാണ് നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള അനുമതി ഇക്കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച പോകുന്നു, ബുധനാഴ്ച രാത്രിയാണ് അനുമതി കത്ത്, അതായത് കാണുവാനുള്ള കത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നത് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പുറത്തുവിടുന്നത്. എന്തായാലും ഈ ഒരു ആശാവർക്കർമാരുടെ വിഷയത്തിൽ അവരുടെ വിഷയം കൃത്യമായി പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യവും ആശങ്കയുമാണ് ആശാവർക്കർമാരും ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.